സോ ഈ വർഷം ക്രഞ്ചി റോൾ അനിമെ അവാർഡ്സ് അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് വലിയ വലിയ അനിമേസ് എല്ലാം ഒരുപാട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആ കാറ്റഗറിയിൽ വേറെ ഒരു അനിമയും വിൻ ചെയ്തിട്ടില്ല. ഇൻഫാക്ട് അങ്ങനെ ഒരു കാറ്റഗറി പോലും ഇത്രയും നാളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി അറ്റാക്ക് ഓൺ ടൈറ്റന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഗ്ലോബൽ ഇമ്പാക്ട് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കാറ്റഗറി അവർ കൊണ്ടുവന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് അറ്റാക്ക് ഓൺ ടൈറ്റന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ആൻഡ് അറ്റാക്ക് ഓൺ ടൈറ്റനിലെ പകുതി കഥ ഇന്നൊരു 20 മിനിറ്റ് കൊണ്ട് ഇതിൽ പറഞ്ഞു തീർക്കും. ആൻഡ് ഒരു വീഡിയോ അടുത്തതായിട്ടും വരും. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 2 പാർട്ടായിട്ട് നമ്മൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫുൾ ആയിട്ട് കവർ ചെയ്യും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. ഈ കഥ നടക്കുന്നത് വിചിത്രമായ ലോകത്താണ്. ഈ ലോകത്ത് ഒരുപാട് ടൈറ്റൻസ് ഉണ്ട്. ആൻഡ് ഈ ടൈറ്റൻസ് കാരണം തന്നെ മനുഷ്യന്മാർക്ക് മനുഷ്യവാസം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവരൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. ആൻഡ് ഈ ജീവിക്കുന്ന സ്ഥലം 3 വാളുകളാൽ കവറപ്പെട്ട സ്ഥലമാണ്. ഇൻ സിമ്പിൾ ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ വാള്, മിഡിൽ വാള് ആൻഡ് ഇന്നർ വാള്. ഇന്നർ വാളിലാണ് ഈ രാജാക്കന്മാരും നോബിൾസ് ആയിട്ടുള്ള ആളുകളെല്ലാം ജീവിക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം 2 ടൈറ്റൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും ഇവരെ. ആൻഡ് ഇവരുടെ ഔട്ടർ വാളിനെ അറ്റാക്ക് ചെയ്യും ഒരു ദിവസം. ആൻഡ് ഈ 2 ടൈറ്റൻസിന്റെ അറ്റാക്ക് കാരണം തന്നെ ആ വാൾ ഡാമേജ് ആയിട്ട് ബാക്കിയുള്ള ടൈറ്റൻസ് എല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് കയറും. ആൻഡ് ഈ ആദ്യം അറ്റാക്ക് ചെയ്ത 2 ടൈറ്റൻസ് ഇല്ലേ, അവർ 2 പേരാണ് ആമഡ് ടൈറ്റനും കൊളോസൽ ടൈറ്റനും. ആൻഡ് ഈ 2 ടൈറ്റൻസ് കാരണം തന്നെ ഒരുപാട് ടൈറ്റൻസ് ഉള്ളിലോട്ട് കയറിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഭയങ്കര പാനിക്കായിട്ട് ഓടാൻ തുടങ്ങും. ആൻഡ് ഉള്ളിലോട്ട് കയറിയ ഓരോ ടൈറ്റൻസും അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരായിട്ട് തിന്നാൻ തുടങ്ങും. അത് ഈ ടൈറ്റൻസ് മനുഷ്യരെ ഭക്ഷിക്കും. ആൻഡ് ഇങ്ങനെ ടൈറ്റൻസ് ഭക്ഷിക്കുന്നതിൽ ഒരാളായിരിക്കും നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിന്റെ അമ്മ. ആൻഡ് നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിന്റെ അമ്മയെ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റിന്റെ കൺമുന്നിൽ വെച്ചിട്ടായിരിക്കും ഒരു ടൈറ്റൻ കൊന്നു തിന്നിട്ടുണ്ടാവുക. ആൻഡ് ആ പ്രോട്ടോഗോണിസ്റ്റിന്റെ പേരാണ് എരൻ യേഗർ. ആൻഡ് ആ സംഭവത്തിന് ശേഷം എരൻ അവിടുന്ന് തീരുമാനം എടുക്കും ഈ ടൈറ്റൻസിനെ എല്ലാം തേടി പിടിച്ച് ഓരോന്നോരോന്നായിട്ട് കൊന്നു കളയുന്നുള്ള തീരുമാനം എരൻ അവിടുന്ന് എടുക്കും. ആൻഡ് എരൻ ആ ടൈമിൽ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ എരൻ അവിടെ ഉണ്ടായിരുന്ന സ്കൗട്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ രക്ഷിക്കും. ആൻഡ് എരന്റെ കൂടെ തന്നെ അവന്റെ 2 ഫ്രണ്ട്സിനെ രക്ഷിക്കും. ആൻഡ് അവന്റെ ഫ്രണ്ട്സിലെ ഒരാളുടെ പേരാണ് മിക്കാസ. ആൻഡ് അടുത്ത ആളുടെ പേരാണ് ആർമിൻ. ആൻഡ് ഇങ്ങനെ മിക്കാസയും ആർമിനും എരനും എല്ലാം ചേർന്നിട്ട് അവിടുന്ന് രക്ഷിച്ച് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് മിഡിൽ വാളിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. ആൻഡ് ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ആയതുകൊണ്ടും അവിടെ ആൾക്കാർ കൂടിയത് കൊണ്ടും അവിടെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഹൈ ആവുന്നു. ആൻഡ് പോപ്പുലേഷൻ ഹൈ ആയാലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഫേസ് ചെയ്യുന്ന നോർമലി ഫുഡിന്റെ ഷോർട്ടേജ്, താമസിക്കാനുള്ള സ്ഥലത്തിന്റെ ഷോർട്ടേജ്. തേർഡ് വാളിന്റെ ഉള്ളിലായിരുന്നപ്പോൾ അത്യാവശ്യത്തിന് ഭക്ഷണമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ബ്രെഡ് വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ഒരു ദിവസം മുഴുവൻ. ആൻഡ് ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും പ്രോട്ടോഗോണിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക, എറൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആൻഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവൻ അവന്റെ ഗോള് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും സോൾജറായി മാറുക. അതായത് സോൾജറായി മാറുന്നതാണ് ഈ ടൈറ്റൻസിനെല്ലാം കൊല്ലാനും എതിർത്ത് നിൽക്കാനുള്ള ആദ്യത്തെ പടി. അതുകൊണ്ട് തന്നെ ഒരു സോൾജറായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ ഒരു 5 വർഷം കടന്നു പോകും. ആൻഡ് ഈ 5 വർഷത്തിനിടക്ക് പല കാര്യങ്ങളും മാറും. ആൻഡ് ഒരു ദിവസം അവനൊരു സ്വപ്നം വരും. ആൻഡ് ആ സ്വപ്നത്തിൽ അവന്റെ അച്ഛനെ അവൻ കാണും. ആൻഡ് അച്ഛൻ ഒരു സം കൈൻഡ് ഓഫ് സിറം അവന്റെ മേത്ത് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ എന്റെ അച്ഛൻ പറയുന്നുണ്ടാവും, എന്തൊക്കെ നടന്നാലും നീ നിന്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം. ആൻഡ് നിന്റെ ഉള്ളിലുള്ള ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നീ നിന്റെ വീട്ടിലെ ബേസ്മെന്റിൽ തന്നെ തേടണം എന്ന് എന്റെ അച്ഛൻ എന്നോട് പറയുന്നുണ്ടാവും. ആൻഡ് എരൻ ഇതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സ്വപ്നമാണെന്നെല്ലാം വിചാരിച്ചാൽ വിട്ട് കളയും. ആൻഡ് ഇങ്ങനെ 5 ഇയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവര് 3 പേരും, അതായത് എരനും അവന്റെ 2 ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ആർമിയിൽ ജോയിൻ ആവും. ആൻഡ് ആർമിയിൽ ജോയിൻ ആവുന്നത് 3 ടീംസ് ഉണ്ടാവും. അതിൽ ഒന്നായിരിക്കും ഗാരിസൺ, പിന്നെ മിലിറ്ററി പോലീസും, അതിനുശേഷം വരുന്നതാണ് സ്കൗട്ട്. ആൻഡ് എരനും അവന്റെ ഫ്രണ്ട്സും ഈസി ആയിട്ട് തന്നെ മിലിറ്ററി പോലീസിൽ ജോയിൻ ആവും. പക്ഷെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൗട്ടിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം മിലിറ്ററി പോലീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി പോലീസ് ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക, ലോ ആൻഡ് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഈ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്, അവരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അവരെ കൊല്ലുന്നതെല്ലാം ഇവർക്ക് ഇച്ചിരി ഇമ്പോസിബിൾ ആയിരുന്നു. ആൻഡ് ഇപ്പൊ ഈ നടന്ന അറ്റാക്കില്ലേ, ഇത് 1000 ഇയേഴ്സിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നത്. ആൻഡ് ഇനി ഒരു 1000 ഇയേഴ്സ് വെയിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എപ്പോഴാണ് ടൈറ്റൻസ് ഉള്ളിലോട്ട് വരിക. അതുകൊണ്ട് തന്നെ എരൻ ഒരു സ്കൗട്ടായി മാറണം എന്നായിരിക്കും ആഗ്രഹം. ആൻഡ് സ്കൗട്ട്സിന് മാത്രമേ വാളിന്റെ പുറത്തോട്ട് പോകാനും ഈ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാനും അവരെ കൊല്ലാനും ഇവരുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാ അതോറിറ്റി സ്കൗട്ട്സിന് മാത്രമായിരിക്കും. ആൻഡ് ഇതുകൊണ്ടാണ് എരന് സ്കൗട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം. പക്ഷെ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ സ്കൗട്ടായി മാറുന്നത്. കാരണം ഈ ടൈറ്റൻസ് അവരുടെ പിന്നാലെ ഉണ്ടാവും. ആൻഡ് അവരെ അറ്റാക്കും ചെയ്യും ടൈറ്റൻസ് ഇവരെ. ആൻഡ് ജീവിതം പണയം വെച്ചിട്ടാണ് ഓരോ തവണ ഇവർ പുറത്തോട്ട് പോകുന്നത്. ആൻഡ് ഇതിൽ ഇത്രയും വലിയൊരു റിസ്ക് എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആർക്കാണോ താല്പര്യം സ്കൗട്ടിലോട്ട്
ടൈറ്റൻസിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് അത് ഇവർക്ക് ചേരാം. ആൻഡ് എറനും ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ എറൻ ജോയിൻ ചെയ്യും. അവന്റെ ഫ്രണ്ട്സും അവന്റെ കൂടെ തന്നെ ഒപ്പം ചേരും ചെയ്യും. ആൻഡ് എന്നാണോ എറൻ ഒരു സ്കൗട്ടായിട്ട് ഗ്രാജുവേറ്റ് ആവുന്നത് അന്ന് തന്നെ കൊളോസൽ ടൈറ്റൻ വീണ്ടും അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇപ്രാവശ്യം ഓൾറെഡി ഔട്ടർ വാൾഡ് ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റൻസ് എല്ലാവരും മിഡിൽ വാൾ ഡാമേജ് ചെയ്യാൻ വേണ്ടി നോക്കും. ആൻഡ് ഇൻഫാക്ട് അവർ മിഡിൽ വാളിലും ഡാമേജ് ചെയ്ത് അവർ ഉള്ളിലോട്ട് കയറും. ആൻഡ് ഉള്ളിലോട്ട് കയറിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വീണ്ടും എടുത്ത് കഴിക്കാനും അവർ ഉപദ്രവിക്കാനും കൊല്ലാനും തുടങ്ങും. ലാസ്റ്റ് ടൈം എങ്ങനെയാണോ എറന്റെ അടുത്ത് ഉണ്ടായത് അതുപോലെ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം എറൻ ഫുള്ളായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. ലാസ്റ്റ് ടൈം അറ്റാക്ക് ഉണ്ടായപ്പോൾ എറൻ ഒരു കുട്ടിയായിരുന്നില്ലേ, പക്ഷെ ഇപ്പൊ ഒരു 5 വർഷത്തെ ഗ്യാപ്പിൽ എറൻ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൊളോസൽ ടൈറ്റൻ ആയിട്ട് എറൻ ഫൈറ്റ് ചെയ്യും. ആൻഡ് ഈസി ആയിരിക്കത്തില്ല ഫൈറ്റ്. എറൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുമെങ്കിൽ പോലും ഒരു സിറ്റുവേഷനിൽ എറന്റെ ഫ്രണ്ടായ ആർമിനെ ഒരു ടൈറ്റൻ ഭക്ഷിക്കാൻ നോക്കും. ആൻഡ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റൻ അവിടെ എറനെ കൺസ്യൂം ചെയ്യും. അതെ, എറനെ ഒരു ടൈറ്റൻ കഴിക്കും, ലിറ്ററലി അവനെ തിന്നും. ആൻഡ് എറൻ ഭയങ്കര അഡമന്റ് ആയിരിക്കും ആർമിനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് ആലോചിച്ചിട്ട്. ആൻഡ് ആർമിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എറനെ കൺസ്യൂം ചെയ്തോണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കും. ആൻഡ് ഇത് മിക്കാസയോട് എങ്ങനെ പറയുന്നുള്ള കാര്യം ആലോചിച്ചിട്ടും ഒരുപാട് കൺഫ്യൂസ് ആയി നിൽക്കും. കാരണം മിക്കാസയ്ക്ക് ചെറുപ്പം തൊട്ട് തന്നെ എറന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അത് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കാണിച്ചു തരുന്നുണ്ടാവും. ആൻഡ് ഇവിടെ നമ്മൾ കാണും മൂന്നാമത്തെ ഔട്ടർ വാളും ടൈറ്റൻസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കായിരിക്കും. കാരണം അത്രത്തോളം അവരുടെ ഫൈറ്റിംഗ് സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഗ്രാജുവേറ്റ് ആയ എല്ലാവരും അവരെ എതിർത്ത് ഫൈറ്റ് നിൽക്കുന്നുണ്ടാവുന്നില്ലെന്ന്. എല്ലാവരും ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗ്രാജുവേറ്റ് ആയിട്ട് ആൾക്കാരും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എറന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എറനെ ഇപ്പൊ കഴിക്കുമ്പോൾ അവന്റെ കയ്യും കാലും പോയിണ്ടാവും. ടൈറ്റന്റെ ആമാശയത്തിലായിരിക്കും എറൻ ഇപ്പൊ ഉണ്ടാവുക. ആൻഡ് ഇങ്ങനെ സ്കൗട്ട്സിന്റെ പ്ലാനുകളെല്ലാം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കാര്യം ഉണ്ടാവുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എറൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. നോട്ട് ഇൻ എ ഹ്യൂമൻ ഫോം. എറൻ ഒരു ടൈറ്റൻ ആയി മാറിയിട്ട് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആർക്കും മനസ്സിലായിണ്ടാവില്ല അൺടിൽ മിക്കാസയ്ക്ക് റെസംബ്ലൻസ് ആ ടൈറ്റനിൽ എറന്റെ കാണുമ്പോൾ മിക്കാസയ്ക്ക് മനസ്സിലായിണ്ടാവും. ഓൺലി മിക്കാസയ്ക്ക് മാത്രമായിട്ടും ഡൗട്ട് ഉണ്ടാവുക അത് ആ ടൈറ്റൻ എറൻ ആണെന്നുള്ള കാര്യം. ആൻഡ് ഈ ടൈമിൽ എറൻ കോൺഷ്യസിൽ അല്ലെങ്കിൽ പോലും മിക്കാസയെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ആൻഡ് ബാക്കി ഉണ്ടായിരുന്ന ഓരോ ഗ്രാജുവേറ്റ്സിനെയും രക്ഷപ്പെടുത്തിയിട്ട് ഓരോ ടൈറ്റൻസിനെ വെച്ചിട്ട് ഇടിച്ച് കൊന്നോണ്ടിരിക്കും. ആൻഡ് ഈ ടൈമിൽ എറൻ ഒരു ടൈറ്റനായി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കഥ ഇവിടെ തന്നെ തീരുമായിരുന്നു ആക്ച്വലി. ആൻഡ് ഇങ്ങനെ ടൈറ്റനായി ഫൈറ്റ് ചെയ്യുന്ന എറന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി പോലീസും ബാക്കി ഉണ്ടായിരുന്ന സ്കൗട്ട്സ് എല്ലാവരും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ടൈറ്റൻസിനെയും കൊല്ലും. ആൻഡ് ഇതിന്റെ അവസാനം എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈറ്റന്റെ ബോഡിയിൽ നിന്ന് എറൻ വേർപെട്ടിട്ട് അവന്റെ ഹ്യൂമൻ ഫോമിലോട്ട് മാറും. ആൻഡ് ഇത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് കളയും. ആൻഡ് എറൻ എങ്ങനെ ഒരു ടൈറ്റന്റെ ഫോമിൽ കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി പോലീസ് ഗ്രാജുവേറ്റ്സ് അല്ല, അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി പോലീസ് അവർക്ക് ഓൾറെഡി 3-4 വർഷം 5 വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എറനെ കൊല്ലാൻ വേണ്ടിട്ട് അവർ ഓർഡർ ചെയ്യും. ബട്ട് സംഭവം എറനെ അവിടുന്ന് കൊല്ലാണ്ട് തന്നെ അവനെ ഒരു ജയിലിൽ കസ്റ്റഡിയിലാക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. ആൻഡ് എല്ലാവരും ചേർന്നിട്ട് തന്നെ എറനെ ഒരു ജയിലിൽ അടയ്ക്കും. ആൻഡ് ഈ ടൈമിലായിരിക്കും എറൻ ലീവൈ ആയിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാവുക, ലീവൈ അക്കർമൺ. ആൻഡ് ഈ അനിമയിൽ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലീവൈ അക്കർമൺ. ആൻഡ് ലീവൈ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സോൾജർ ആയതുകൊണ്ട് തന്നെ അവന്റെ വേർഡ്സിന് ഭയങ്കരമായിട്ട് അവിടെ സ്ട്രെങ്ത് ഉണ്ടാവും. ആൻഡ് അവൻ പറയും ഇവനെ ഞാൻ എന്റെ കൺട്രോളിൽ വെച്ചോണ്ട്. ആൻഡ് ഇൻ കേസ് ഇവൻ ടൈറ്റൻ ഫോമിലോട്ട് മാറിയിട്ട് ഇനി ആൾക്കാരെ ഉപദ്രവിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ കൊന്നു കളയുന്നെല്ലാം ലീവൈ അവിടെ പറഞ്ഞിട്ട് ഇവനെ കൺട്രോളിൽ എടുക്കും. ആൻഡ് ലീവൈ ഇത് ചുമ്മാ പറയുന്നതല്ല. ലീവൈ മിനിമം ഒരു 10, 15, 20 ടൈറ്റൻസിനെ എല്ലാം ഒറ്റക്ക് കൊന്നിട്ടുണ്ടാവും. ജസ്റ്റ് ബിക്കോസ് ഹീസ് എൻ അക്കർമൺ ജസ്റ്റ് ലൈക്ക് മിക്കാസ. അതെ, ഇവനൊരു അക്കർമൺ ആണ്. ആൻഡ് ഈ അക്കർമൺസ് എല്ലാം ജനറ്റിക്കലി ഭയങ്കര പവർഫുള്ളും ആണ്. ആൻഡ് ഇങ്ങനെ ലീവൈ എറനെ കൺട്രോൾ എടുത്തതിന് ശേഷം ലീവൈ എറനോട് ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അവന് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റൻസ് ഡാമേജ് ചെയ്തതായിട്ടുള്ള സ്ഥലവും ആൻഡ് ടൈറ്റൻസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള സ്ഥലത്തിൽ ഒരു സ്ഥലം അവന് വീണ്ടെടുത്ത് കൊടുക്കണം. അതായത് എറൻ ടൈറ്റനായി മാറിയിട്ട് ഈ സ്ഥലം ഇവർക്ക് വീണ്ടെടുത്ത് കൊടുക്കണം. അതായിരിക്കും ലിവൈ എറന് മുന്നിൽ വെച്ച കണ്ടീഷൻ. ആൻഡ് ഇനി വാളുണ്ടായ ഡാമേജ് ഇതാകാനാണെന്നുണ്ടെങ്കിൽ വാളിലൊരു വലിയ ഓട്ട ഉണ്ടായിണ്ടാവും. ഈ ഡാമേജിൽ വലിയൊരു ഓട്ട വാളിന് ഉണ്ടായിണ്ടാവും. അതിന് വലിയൊരു പാറ എടുത്തിട്ട് ഈ ഓട്ട അടച്ചാൽ മാത്രമേ ടൈറ്റൻസ് ഉള്ളിലോട്ട് വരുന്നത് തടുക്കാൻ പറ്റൂ. ആൻഡ് ഈ പാറയും അത്ര വലുതാണ്. ആൻഡ് അത് പൊക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഹ്യൂമൻസിനൊന്നും സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ എറൻ ഇവിടെ ടൈറ്റൻ ആയിട്ട് മാറിയിട്ട് ആ പാറ എടുത്തിട്ട് ആ ഓട്ട അടയ്ക്കണം. ആ വാളുണ്ടായ വലിയ ഓട്ട അടയ്ക്കണം. ആൻഡ് ടൈറ്റനായി മാറിയതിനു ശേഷം എറൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ പോലും അവസാനം ആ പാറക്കല്ല് എടുത്തിട്ട് അവനത് അടയ്ക്കും. ആൻഡ് അടച്ചതിന് ശേഷം അവൻ വീണ്ടും പ്രൂവ് ചെയ്യും അവൻ ഹ്യൂമൻസിന്റെ ഭാഗത്ത് തന്നെയാണ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം അവൻ പ്രൂവ് ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യന്മാരുടെ കൂടെയാണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ലീവൈ അവന്
തുടർന്ന് അവന് ഫ്രീഡത്തോടെ നടക്കാനുള്ള അനുമതി കൊടുക്കും. പക്ഷെ ലീവൈ എപ്പോഴും അവന്റെ മുകളിൽ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടാവും. കാരണം ഇൻ കേസ് ഇവ ടൈറ്റനായി മാറിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സീനാവെന്ന് വിചാരിച്ചിട്ട് ലീവൈ അവന്റെ മേത്തൊരു കണ്ണ് വെച്ചിട്ടുണ്ടാവും. ആൻഡ് എർവിൻ എന്ന് പറഞ്ഞ കമാൻഡർ ആയിരിക്കും, സ്കൗട്ടിന്റെ കമാൻഡർ ആയിരിക്കും ഇതെല്ലാം ലിവിയോട് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം എറൻ ആണ് ടൈറ്റൻസിനെ പറ്റി അറിയാനും ടൈറ്റൻസിനെ ഇല്ലാണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എർവിൻ അവിടെ കമാൻഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എറനെ കൊല്ലണ്ടെന്നുള്ള കാര്യം ഗവൺമെന്റ്സിനോട് വാദിച്ചു നിന്നത് പോലും എർവിൻ ആയിരിക്കും. ആൻഡ് എർവിന്റെ ഈ തീരുമാനമാണ് ഈ മൊത്തം അനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്ലോട്ട് പോയിന്റ്. കാരണം ഇവിടം തൊട്ടാണ് ഈ അനിമയിലുള്ള എല്ലാ മിസ്റ്ററീസും സോൾവ് ചെയ്ത് വരിക. കാരണം ഈ ടൈറ്റൻസ് എല്ലാം ആരുടെയാണ്, ഇവര് ബാക്കിലുള്ള മിസ്റ്ററി എന്താണ്, ഇതെല്ലാം തെളിയുന്നത് ഇങ്ങനെ ഇതിന് ശേഷമാണ്, ഈ തീരുമാനത്തിന് ശേഷമാണ്. ആൻഡ് ഇതിന് ശേഷം എറന് ട്രെയിനിങ് കൊടുക്കും. കാരണം അവന് ശരിക്കും അറിയത്തുണ്ടാവില്ല അവൻ എങ്ങനെയാണ് ടൈറ്റനായി മാറുന്നതും അത് കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ അവന് കറക്റ്റ് ആയിട്ട് അറിയണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിൽ അവൻ കുറച്ചൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. ആൻഡ് ഇതിനുശേഷം സ്കൗട്ട് റെജിമെന്റ് പുതിയൊരു മിഷന് വേണ്ടിയിട്ട് പുറപ്പെടും. ആൻഡ് ഒരുപാട് തവണ ഒരു മിഷന് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് ദൂരം അവരെ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എത്രത്തോളം അവൻ പോകുന്നോ അവിടെ അവർക്ക് ആ ടൈറ്റൻസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അറ്റാക്സും വരും. അപ്പൊ തന്നെ അവർ തിരിച്ചു പോരലാണ്. പക്ഷെ ഇപ്രാവശ്യം അവരുടെ കൂടെ ഒരു ടൈറ്റൻ ഉണ്ട്, എറൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. ആൻഡ് അങ്ങനെ അവരൊരു പുതിയ മിഷന് വേണ്ടി പുറപ്പെടും. ആൻഡ് ഈ മിഷന് വേണ്ടി പുറപ്പെടുമ്പോഴായിരിക്കും അവരുടെ അടുത്ത് വേറൊരു പുതിയ ടൈറ്റന്റെ അറ്റാക്ക് ഉണ്ടാവുക. ആൻഡ് ഇതൊരു ഫീമെയിൽ ടൈറ്റൻ ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഫീമെയിൽ ടൈറ്റൻ ആയിരിക്കും. ആൻഡ് ഈ ടൈറ്റനും ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഇന്റലിജന്റ് ആയിരിക്കും. ആൻഡ് ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ആർമിന് മനസ്സിലാവും ഇതും ഒരു നോർമൽ ടൈറ്റൻ അല്ല, ഇതും എറനെ പോലെ ഏതോ ഒരു ഹ്യൂമൻ അതിന്റെ ഉള്ളിലുണ്ട്. കാരണം ഇതും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ആർമിനെ ഒന്നും ചെയ്യാണ്ട് വിട്ടുണ്ടാവും. ബാക്കിയുള്ള സ്കൗട്ടിലെ മെമ്പേഴ്സിനെല്ലാം കഴിക്കാണ്ട് അടിക്കുന്നുണ്ടാവും, പക്ഷെ കഴിക്കുന്നുണ്ടാവില്ല, അങ്ങനെ കഴിക്കാണ്ട് വിടുന്നുണ്ടാവും. ആൻഡ് ഈ ഫൈറ്റ് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും. ആൻഡ് അവസാനം ഇതിനെ ക്യാപ്ചർ ചെയ്യും, ഈ ടൈറ്റനെ ക്യാപ്ചർ ചെയ്യും സ്കൗട്ട്സിലെ മെമ്പേഴ്സ്. പക്ഷെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ ടൈറ്റനെ വെച്ചിട്ട് ഇവർ ഈ മിസ്റ്ററീസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരിക്കും. കാരണം ഈ ടൈറ്റൻ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിരിക്കും, എറനേക്കാളും കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റനെ വെച്ചിട്ട് ഈ ടൈറ്റൻസിന്റെ ഫോർമേഷനും ഈ കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. ബട്ട് ദേ വർ സോ ക്ലോസ്. ഇപ്രാവശ്യം ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഈ ടൈറ്റനും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഈ ടൈറ്റൻ രക്ഷപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ നമുക്ക് ലെവിയുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ്, ലെവിയുടെ പവർ എന്താണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചു തരും. ലീവൈ ഓർ ലെവി ഏതെങ്കിലും ഒന്ന്. അതിന് ശേഷം ഇവർ വീണ്ടും സ്കൗട്ട് റെജിമെന്റ്സ് വീണ്ടും വാളിന്റെ ഉള്ളിലോട്ട് കയറും. ആൻഡ് അവര് പോയതിൽ 10% ആൾ മാത്രമേ തിരിച്ചു വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിരിക്കും. ആൻഡ് ഇങ്ങനെ ഈ മെഷീന് ഫെയിൽ ആയതിനു ശേഷം അവിടുത്തെ ഗവൺമെന്റ് വീണ്ടും തീരുമാനം എടുക്കും ഇങ്ങനെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എറനെ വീണ്ടും കൊല്ലണം എന്നുള്ള കാര്യം അവർ വീണ്ടും തീരുമാനം എടുക്കും. അതുകൊണ്ട് തന്നെ എറന് വീണ്ടും അവിടുന്ന് ഓടി പോകേണ്ടി വരും. എറൻ മാത്രമല്ല അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് ഓടി പോകേണ്ടി വരും. പക്ഷെ ആർമിൻ ഭയങ്കരമായിട്ട് ഇന്റലിജന്റ് ആയിരിക്കും. ആർമിന് മനസ്സിലായിട്ടുണ്ടാവും ആ പെണ്ണായിട്ട് വന്ന ടൈറ്റൺ ആരാണെന്നുള്ള കാര്യം ആർമിന് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇവൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറന്റെയും ആർമിന്റെയും മിക്കാസയുടെ കൂടെ ഒക്കെ തന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണായിരിക്കും. ആൻഡ് അവളുടെ പേരായിരിക്കും ആനി. ഈ ആനി എന്നുള്ളവളായിരിക്കും ഈ ടൈറ്റനായിട്ട് മാറിയിട്ടുണ്ടാവുക. ആൻഡ് ആർമിന് അത് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ആർമിന് അത് ബാക്കിയുള്ളവരടുത്ത് പറയും. പക്ഷെ ബാക്കിയുള്ളവർ ആദ്യമൊക്കെ അത് സമ്മതിക്കത്തില്ല, ആനി ആയിരിക്കത്തില്ല എന്ന് പറയും. പക്ഷെ അവസാനം ആർമിൻ എല്ലാരെയും കൺവിൻസ് ചെയ്യും. ആൻഡ് ആ കൺവിൻസ് ചെയ്യുന്ന കാര്യം സത്യമായി മാറും. കാരണം ആനി തന്നെ ആയിരിക്കും ആ ടൈറ്റൻ. ആർമിന് ഇതുപോലെ തന്നെ ഒരുപാട് വേറെ മിസ്റ്ററീസ് റിസോൾവ് ചെയ്യുന്നുണ്ട്. അത് പോകെ പോകെ പറഞ്ഞു തരാം. യു വിൽ ബി സർപ്രൈസ്ഡ് അതൊക്കെ കേൾക്കുമ്പോൾ. ആൻഡ് ആനി വാളിന്റെ ഉള്ളിലോട്ട് വന്നിട്ട് ഇവർ ആനിയുടെ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആനി അവിടുന്ന് പോവാൻ വേണ്ടി നോക്കും. കാരണം അതിന്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. ലിവൈ ഉണ്ട്, ആൻഡ് ബാക്കി സ്കൗട്ട്സ് ഉണ്ട്, ആൻഡ് എറനും ഉണ്ട്. ടൈറ്റൻ ഫോമിലോട്ട് എറൻ മാറി കഴിഞ്ഞാൽ എറനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടുന്ന് രക്ഷപ്പെടണം. സോ അവൾ രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഹ്യൂമൻ ഫോമിലോട്ട് മാറി എറൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആൻഡ് അവർ തമ്മിൽ ഭയങ്കര കിടിലം ഫൈറ്റ് അവിടെ നടക്കും. ആൻഡ് അവസാനം എറൻ ജയിക്കും. പക്ഷെ ഇവിടെ ആനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളെ തന്നെ ഒരു ക്രിസ്റ്റൽ ഫോമിന്റെ ഉള്ളിൽ അവള് ലോക്ക് ചെയ്ത് വെക്കും. ആ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആർക്കും അവളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ടൈറ്റനായി കൺവേർട്ട് ആയെന്നുള്ള കാര്യം ഒന്നും അവൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല. സോ അവള് തന്നെ അവളെ ലോക്ക് ചെയ്ത് വെക്കും. ആൻഡ് ഇതിന് ശേഷം കുറച്ച് കപ്പിൾ ഓഫ് മന്ത്സ് ഒക്കെ പീസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഒരു ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ടൈറ്റൻ തേർഡ് വാളിൽ, അതായത് ഇന്നർ വാളിൽ തന്നെ ഉള്ളിലായിട്ട് പുതിയൊരു ടൈറ്റനെ കാണിക്കും. ആൻഡ് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ടൈറ്റൻ ഇപ്പൊ എങ്ങനെയാ ഇവിടെ വന്നതെന്ന്. കാരണം ഈ ടൈറ്റൻ ഭയങ്കരമായിട്ട് വീക്കർ ആയിട്ടുള്ള ഒരു ടൈറ്റൻ ആയിരിക്കും. അത്ര തീരെ പവർഫുൾ അല്ലാണ്ട് ഭയങ്കര വീക്കർ ആയിട്ടുള്ള ഒരു ടൈറ്റൻ.
പക്ഷെ ഈ ടൈറ്റൻ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല, കാരണം പുറത്തുള്ള വാൾസ് ഒന്നും ബ്രേക്കണല്ല. പക്ഷെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു ടൈറ്റൻ ഫോം ആയെന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോഴായിരിക്കും പുറത്ത് വാളിന്റെ പുറത്ത് നിന്ന് വീണ്ടും ഒരുപാട് ടൈറ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ സ്കൗട്ട്സ് റെജിമെന്റ്സ് 2 ടീമായിട്ട് തിരിയും. ആൻഡ് ഒരു ടീം വന്നുകൊണ്ടിരിക്കുന്ന ഈ ടൈറ്റൻസ് ഇല്ലേ, അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. ആൻഡ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ഇതൊക്കെ അവർ വിജയിക്കുകയും ചെയ്യും. പക്ഷെ രണ്ടാമത്തെ ടീമിന്റെ മുന്നിൽ പുതിയൊരു ടൈറ്റനെ കാണിക്കും. ആൻഡ് ഈ ടൈറ്റൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഇൻഫാക്ട് ഈ ടൈറ്റനെ കൊണ്ട് മനുഷ്യന്മാരെ പോലെ സംസാരിക്കാൻ പറ്റും. അത്രയും ഇന്റലിജന്റ് ആയിട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റൻ ആയിരിക്കും. ആൻഡ് പവറിന്റെ കാര്യത്തിലും ഒട്ടും കുറവായിരിക്കത്തില്ല. സ്കൗട്ടിലെ അവരെ അറ്റാക്ക് ചെയ്യാൻ, ഈ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയ സ്കൗട്ടിലെ എല്ലാവരെയും ഈ ടൈറ്റൻ കൊല്ലും. ഇൻഫാക്ട് അതിൽ പവർഫുൾ ആയിട്ടുള്ള റെജിമെന്റ്സ് എല്ലാം ഉണ്ടാവും, എല്ലാവരെയും കൊല്ലും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റൻ ഉള്ള കാര്യം ആർക്കും ആരെയും അറിയിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം എല്ലാവരെയും കൊന്നുണ്ടാവും. ആൻഡ് ഇനി മറ്റേ 2 ടീമായിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ, ആൻഡ് ഇനി മറ്റേ ടീമാണെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ള ടൈറ്റൻസിനെ എല്ലാം തോൽപ്പിച്ചതിന് ശേഷം അവർ ഇനിയും ടൈറ്റൻസ് വരുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൾഡ് കാസലിൽ അവർ നിൽക്കും. ആൻഡ് ആ ഓൾഡ് കാസലിൽ നിന്ന് വാച്ച് ഔട്ട് ചെയ്യും ഇനി ടൈറ്റൻസ് വരുന്നുണ്ടോ. ആൻഡ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഓൾഡ് കാസലിൽ സ്റ്റേ ചെയ്യും. ബട്ട് സർപ്രൈസിംഗ്ലി പെട്ടെന്ന് തന്നെ ഒരുപാട് ടൈറ്റൻസ് കറക്റ്റ് ആയിട്ട് ആ കാസലിന്റെ ഉള്ളിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങോട്ടും അങ്ങോട്ടായിരിക്കും യൂഷ്വലി ഓടുക, പക്ഷെ ഇവിടെ ടൈറ്റൻസ് കറക്റ്റ് ആയിട്ട് കാസിൽ നോക്കി ഓടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിന് കാരണം ബീസ്റ്റ് ടൈറ്റൻ ആയിരിക്കും. ബീസ്റ്റ് ടൈറ്റൻ ഈ ടൈറ്റൻസിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് കാസിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കുകയായിരിക്കും. ആൻഡ് ഇതിന് മുന്നേ നമുക്കൊരു ടൈറ്റനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വാളിനുള്ളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു ടൈറ്റൻ. ആ ടൈറ്റനെ അങ്ങോട്ട് എത്തിച്ചതും ഈ ബീസ്റ്റ് ടൈറ്റൻ ആണ്. എങ്ങനെയാണെന്നല്ലേ, ലിറ്ററലി ടൈറ്റൻസിനെ എല്ലാം ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് എറിയായിരിക്കും, വാൾസിന് നേരെ എറിയായിരിക്കും ഇയാള്. ആൻഡ് ഇങ്ങനെ എറിയുന്നതിൽ ഡാമേജ് ആവുന്നുണ്ടെങ്കിലും ടൈറ്റൻസിനെല്ലാം സെൽഫ് ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഹീൽ ആയതിനു ശേഷം വാൾസിനുള്ളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടായിരിക്കും. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ശേഷം കാസിലിൽ ഭയങ്കര ഒരു വലിയ ഫൈറ്റ് നടക്കും, ടൈറ്റൻസ് വേഴ്സസ് സ്കൗട്ട്സ്, ബാക്കിയുള്ള സ്കൗട്ട്സ് തമ്മിൽ. ആൻഡ് ഒരുപാട് സ്കൗട്ട് ഇവിടെയും മരിക്കും. ആൻഡ് ഇവിടെ ടൈറ്റൻ, അതായത് ബീസ്റ്റ് ടൈറ്റൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം തിരിച്ചു പോകും, കാരണം ഇവിടെ ഉണ്ടായിരുന്ന സ്കൗട്ട്സിൽ എല്ലാവരും പവർഫുൾ അല്ലാത്ത കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഈ ടൈറ്റൻസ് മതി ഈ ചെറിയ പിള്ളേരെ കൊല്ലാന്ന് വിചാരിച്ചിട്ട് ആ ബീസ്റ്റ് ടൈറ്റൻ അവിടുന്ന് പോകും. ആൻഡ് അത് സത്യമായിരിക്കും, അവിടെ ഉണ്ടായിരുന്ന ടൈറ്റൻസ് മാത്രം മതിയായിരിക്കും ഇവർക്ക്. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നും യൂസ്ഫുൾ ആവാൻ പറ്റാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴായിരിക്കും സർപ്രൈസിംഗ്ലി പെട്ടെന്നൊരു കാര്യമാണ് നടക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടീമിൽ തന്നെ ഉള്ള ഒരു പെണ്ണ് ടൈറ്റനായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതെ, ഈ കാണിക്കുന്ന പെണ്ണ് ഒരു ടൈറ്റനായിട്ട് അവിടെ ട്രാൻസ്ഫോം ചെയ്യും. ആൻഡ് ഈ ടൈറ്റനായിട്ട് ട്രാൻസ്ഫോർ ചെയ്ത് ഭയങ്കര അജയിലായിരിക്കും, അത്ര ഹൈറ്റ് ഇല്ലാണ്ട് ഭയങ്കര അജയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റൻസിനെ ഇവള് ഹാം ചെയ്യും. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ടൈറ്റൻസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇവൾക്ക് ഡിഫൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റൻസ് വന്നിട്ട് ഇവളെ പൊതിയും. പക്ഷെ ഇവിടെ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന സ്കൗട്ട്സ് എല്ലാം അങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ടൈറ്റൻസിനെ എല്ലാവരെയും കൊല്ലും. ആൻഡ് ഈ ടീമിനെ റെസ്ക്യൂ ചെയ്യും ഇവിടുന്ന്. ഇതിനുശേഷം എല്ലാം ഒന്ന് ഒതുങ്ങി എല്ലാം ഒന്ന് പീസ്ഫുൾ ആയി നിന്നുള്ള സമയത്ത് ആയിരിക്കും പുതിയൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം നടക്കുക. ബേറത്തോൾഡ് ആൻഡ് റെയ്നർ എന്ന് പറഞ്ഞ 2 പേരുണ്ടാവും. ഇവർ 2 പേരും എറന്റെ കൂടെ തന്നെ ഗ്രാജുവേറ്റ് ആയ 2 സ്കൗട്ട്സ് ആയിരിക്കും. ആൻഡ് ഇവര് 2 പേരും ആയിരിക്കും പ്രീവിയസ്ലി ആംഡ് ടൈറ്റൻസും കൊളോസൽ ടൈറ്റനും ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അതെ, ഇവര് 2 പേർക്കും ടൈറ്റനായിട്ട് മാറാൻ പറ്റും. ആൻഡ് ഇവരാണ് ആദ്യം 1000 ഇയേഴ്സിന് ശേഷം അറ്റാക്ക് ചെയ്തില്ലേ, ആ അറ്റാക്ക് ചെയ്തത് ഈ കൊളോസൽ ടൈറ്റൻ ആയിരിക്കും. അവന്റെ ശരിക്കുള്ള പേരായിരിക്കും ബെർത്തോൾഡ്. ആൻഡ് ആർമഡ് ടൈറ്റൻ ആയിരിക്കും റെയ്നർ. ആൻഡ് ഇവർ 2 പേരും ആയിരിക്കും ഇപ്പൊ ഈ നടന്ന എല്ലാ കാര്യത്തിനും ഉത്തരവാദി. ആൻഡ് ഇവർ 2 പേരും തമ്മിൽ എറന്റെ ഭയങ്കര വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് അവസാനം ഒരു ഘട്ടത്തിൽ ആംഡ് ടൈറ്റനെ എറൻ കൊല്ലാന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കൊളോസൽ ടൈറ്റൻ അവിടെ ഹെൽപ്പ് ചെയ്തിട്ട് എറനെ തോൽപ്പിക്കും. ആൻഡ് എറനെ തോൽപ്പിച്ചതിന് ശേഷം ഇവർ 2 പേരും എറനെ എടുത്തുകൊണ്ട് പോകും. ആൻഡ് ഇങ്ങനെ എറനെ കൊണ്ടുപോയതിനു ശേഷം തന്നെ എല്ലാവരും എറനെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കും. കാരണം എറൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പിന്നെയും സീറോയിലോട്ട് വരും. ഇനി അവർക്ക് സീറോന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും മൊത്തം ഈ ടൈറ്റൻസിന്റെ മിസ്റ്ററി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എറനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യും. ആൻഡ് ഇങ്ങനെ ഒരു സ്കൗട്ട് ഒരു ടീമായിട്ട് പുറപ്പെടും എറനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എറനെ കൊണ്ടുപോയ ബെർത്തോൾഡും റെയ്നറും എല്ലാവരും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു മരത്തിന്റെ ഒക്കെ മുകളിലായിട്ട്. കാരണം അവരെ കൊണ്ട് ഒരുപാട് നേരം ടൈറ്റൻ ഫോമിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരു മരത്തിന്റെ അവിടെ ആയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇവരിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സ്കൗട്ട്സ് അവിടെ നിന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് എറനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് ഇവർ ഇവിടുന്ന് നോക്കുമ്പോൾ എന്താണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്കൗട്ട്സ് അവരെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്നവർ കാണും. ആൻഡ് ഇങ്ങനെ സ്കൗട്ട്സ് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന വരുന്നുണ്ടെങ്കിൽ ഇവരെന്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറപ്പെടും, അവരുന്ന് ഓടാൻ തുടങ്ങും. ആൻഡ് ഓടാൻ തുടങ്ങുന്നത് പക്ഷെ മിക്കാസ ഓൾറെഡി ഒരു സ്കൗട്ടിന്റെ ടീമായിട്ട് എറനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഈ ടീമിനെ ലീഡ് നോടുന്നത് എർവിൻ ആയിരിക്കും. വൺ ഓഫ് ദ പവർഫുൾ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ. മൊത്തം ഈ അനിമയിൽ തന്നെ സീസൺ 3 ഒരു സ്പീച്ച് വരും.
നിങ്ങൾ ഇൻ കേസ് ലോ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീച്ച് ഒന്ന് കേട്ടാൽ മതി അരവിന്ദ്. തന്നെത്താനെ മോട്ടിവേറ്റഡ് ആയിക്കോളും. അത്രയും പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അരവിന്റെ അടുത്തുണ്ടാവും. ആൻഡ് അരവിന്ദ് പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ നടന്നാലും നമ്മുടെ ജീവൻ തന്നെ പോയാലും എരനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യം കമാൻഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം ഭയങ്കര ഒരു ചേസ് ഒക്കെ നമുക്ക് കാണിക്കും. ആൻഡ് ഈ ചേസിന്റെ അവസാനക്കായിട്ട് എരൻ രക്ഷപ്പെടും. പക്ഷെ എരൻ രക്ഷപ്പെട്ടതിന് ശേഷം എരന്റെ മുന്നിലുണ്ടാവും അതേ ടൈറ്റൻ. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മയെ തിന്നില്ലേ, അതേ ടൈറ്റൻ അവന്റെ മുന്നിൽ വന്ന് നിൽക്കും. ആൻഡ് ഈ ടൈറ്റനെ കണ്ടപ്പോ തന്നെ ടൈറ്റൻ ഫോമിലോട്ട് മാറാൻ വേണ്ടിയിട്ട് എറൻ ഭയങ്കരമായിട്ട് ശ്രമിക്കും. പക്ഷെ എന്തുകൊണ്ടോ അവനെ കൊണ്ടൊരു ടൈറ്റനായിട്ട് മാറാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങും. ആൻഡ് ടൈറ്റനായിട്ട് ഹ്യൂമൻ ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല എന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുമ്പോഴായിരിക്കും വേറെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുക. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ വീണ്ടും ഈ ടൈറ്റൻ കഴിക്കുന്നുള്ള, അതായത് കൊല്ലുന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അവന് വീണ്ടും എന്തൊക്കെയോ ചെയ്യണം എന്ന് തോന്നിയിട്ട് അവൻ ഭയങ്കര ഒരു വലിയ പവർ പുറത്തെടുക്കും. ആൻഡ് ഈ പവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ടൈറ്റൻസിനെ അവൻ കൺട്രോളിലെടുക്കും. ആൻഡ് മൊത്തം ടൈറ്റൻസ് അവൻ പറയുന്നത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ടൈറ്റനെ അറ്റാക്ക് ചെയ്യും. ഇൻഫാക്ട് കൊളോസൽ ടൈറ്റനെ എല്ലാവരെയും ഇവ അറ്റാക്ക് ചെയ്യും. ഐ മീൻ എറന്റെ കമാൻഡിൽ ബാക്കിയുള്ള ടൈറ്റൻസ് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ കാര്യമൊന്നും ആർക്കും മനസ്സിലായിണ്ടാവില്ല എങ്ങനെയാണ് എറൻ ഇതിപ്പോ ചെയ്യുന്നതെന്ന്. ആൻഡ് ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. കാരണം ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്റെ ഊപ്പാടളകും. അത്രയും വലിയൊരു സ്റ്റോറിയാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റും ചെയ്യുക. എന്തെങ്കിലും കുറ്റോ കുറവോ പറയാന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം, ഞാൻ എല്ലാം സ്വീകരിക്കുന്നതാണ്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.